Good morning. Okay, so Lakshmi, good morning. Okay, good morning. Good morning, ma'am. Okay, good morning, Neetu. Okay, Nidila, Neetu, okay. Good morning. ഞാൻ സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു, മാമോ? ഇന്നലെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല അല്ലെ? ഇവിടെ തൊട്ടടുത്ത അമ്പലത്തിലെ ഉത്സവമായിരുന്നു. അത് കൊണ്ട് അവിടുന്ന് അവിടെ തേയിലോ അതിന്റെ ശബ്ദമൊക്കെ കാരണം ഇവിടെ ക്ലാസ് എടുക്കുന്നതിന്റെ ഡിസ്റ്റർബ് ആയിരിക്കും. അതുകൊണ്ടാണ് ക്ലാസ് ഉണ്ടാകുന്നില്ല. ഓക്കെ നീതു, ഗുഡ് മോർണിംഗ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ട് ഇവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തി ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് വരെയാണ് അല്ലെ? ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് അതിന്റെ ഒരു മോഡലാണ് അല്ലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഫോർമാറ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് 5ാമത്തെ പോയിന്റ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ് നിർത്തിയത് അല്ലെ? ഓക്കെ, അത്രയും ഭാഗങ്ങളൊക്കെ എല്ലാവരും വായിച്ചൊക്കെ നോക്കിയോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഓക്കെ, വായിച്ചു നോക്കണോണ്ടാണ് ഡെയിലി ഇപ്പോൾ എടുക്കുന്ന കാര്യങ്ങളല്ല. എന്റെ മാത്രമല്ല എല്ലാ മിസ്സുമാരും എടുക്കുന്നത് ഒരു പ്രാവശ്യം അന്ന് തന്നെ വായിക്കാൻ നോക്കണം കേട്ടോ. അറിയും അതൊക്കെ പോച്ച്. ഓക്കെ, അത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ഓൺ മ്യൂട്ട് കൊടുക്കുകയാണ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് അപ്പോയിന്റ്മെന്റ് ഓഫറിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് അല്ലെ? പിന്നെ ഞാൻ കാര്യം പറഞ്ഞു, ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫറും അപ്പോയിന്റ്മെന്റ് ഓർഡറും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ? ഓക്കെ, അപ്പോയിന്റ്മെന്റ് ഓഫർ എന്ന് പറയുന്നത് നമ്മളൊരു ഓഫർ കൊടുക്കുകയാണ് അവർക്ക്. ആ ഒരു ഓഫർ വേണമെങ്കിൽ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്കത് റിജക്ട് ചെയ്യാം. ഓക്കെ, ആ ഒരു അപ്പോയിന്റ്മെന്റ് ഓഫർ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? അപ്പോയിന്റ്മെന്റ് ഓർഡർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, appointment order is issued only after the acceptance of the appointment offer. Okay, appointment offer അവര് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അവർക്ക് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്? അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഒരു അപ്പോയിന്റ്മെന്റ് ഓഫർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ ഒരു എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസുകളും അതിൽ കൃത്യമായിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യും. അങ്ങനെയാണ് അവർക്ക് അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുക്കുന്നത്. കാര്യം ആ ജോലിയെ പറ്റിയുള്ള എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും ആരറിയണം? കാൻഡിഡേറ്റ് അറിയണം അല്ലെ? അവരതൊക്കെ മനസ്സിലാക്കി അതിൽ അവർ ഓക്കെ ആണെങ്കിൽ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്കത്
റിജക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും നമ്മൾ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, അപ്പോയിന്റ്മെന്റ് ഓഫറിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കണ്ടീഷൻസുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു മോഡൽ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അതിന്റെ 5ാമത്തെ പോയിന്റ് വരെ പറഞ്ഞു നിർത്തി അല്ലെ. യു വിൽ ബി ഓൺ പ്രൊബേഷൻ ഫോർ എ പീരീഡ് ഓഫ് 6 months from the date of joining. On the completion of 6 months, your performance will be evaluated as per the HR policy and your services will be confirmed as per the description of the management. എന്താണ് പറയുന്നത്? നിങ്ങൾ എന്നാണോ ജോയിൻ ചെയ്യുന്ന ഡേറ്റ് തൊട്ട് 6 മാസത്തേക്ക് നിങ്ങൾ പ്രൊബേഷൻ പീരീഡിലായിരിക്കും. അത് ഓരോ കമ്പനിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. 6 മാസത്തേക്ക് നിങ്ങൾ ട്രെയിനിങ് പീരീഡിലായിരിക്കും. പിന്നീട് 6 മാസം പൂർത്തിയാക്കി കഴിഞ്ഞാല് നിങ്ങളുടെ പെർഫോമൻസിന് ആ ഒരു പ്രൊബേഷൻ പീരീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ആ എംപ്ലോയിയുടെ പെർഫോമൻസിനെ വിലയിരുത്തുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു 6 മാസ കാലയളവില് നിങ്ങളുടെ പെർഫോമൻസിനെ HR പോളിസി അനുസരിച്ച് വിലയിരുത്തുകയും അതിനുശേഷം മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ സേവനങ്ങൾ കൺഫേം ചെയ്യുകയും ചെയ്യും എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നല്ല പെർഫോമൻസ് ആണെങ്കിൽ എന്തായാലും അപ്പോയിന്റ്മെന്റ് ഉറപ്പാണ്. പെർഫോമൻസ് ചിലപ്പോൾ മോശമാണെങ്കിൽ അതിനനുസരിച്ച് മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും അവരുടെ അപ്പോയിന്റ്മെന്റ് നമ്മൾ കൺഫേം ചെയ്യുന്നത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 6ാമത്തെ പോയിന്റ് ഇതാണ്. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, മെസ്സേജ് ചെയ്താൽ മതി, നമുക്കത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് 6ാമത്തെ പോയിന്റ് ഇതാണ്. ഇഫ് യുവർ പെർഫോമൻസ് ഈസ് നോട്ട് അപ് ടു ദ ഡെസിഗ്നേറ്റഡ് മാർക്ക് ആൻഡ് ഫോർസീ ദാറ്റ് യു ഇംപ്രൂവ്, your probation period will be extended for a further period of 6 months. ആ ഒരു പ്രൊബേഷൻ പീരീഡിൽ നമ്മൾ അവരുടെ പെർഫോമൻസിന് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് ആണല്ലോ. അപ്പോ നിങ്ങളുടെ പെർഫോമൻസ് ആ ഒരു ഡെസിഗ്നേറ്റഡ് റാങ്കിങ്ങിലോട്ട്, അല്ലാണ്ട് ഡെസിഗ്നേറ്റഡ് മാർക്കിലോട്ട് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, മാനേജ്മെന്റിന് ഒരു ഇത്ര ഗ്രേഡ് അല്ലെങ്കിൽ ഇത്ര ഒരു പൊസിഷനിലെങ്കിലും അവരുടെ ഒരു പെർഫോമൻസ് എത്തണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ പെർഫോമൻസ് ആ ഒരു ഡെസിഗ്നേറ്റഡ് മാർക്കിലോട്ട് എത്തിയിട്ടില്ല, പക്ഷെ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് അല്ലെ, നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് കാണപ്പെട്ടാൽ നിങ്ങളുടെ പ്രൊബേഷൻ പീരീഡ് അടുത്ത ഒരു 6 മാസ കാലയളവിലേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യും എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഇഫ് യുവർ പെർഫോമൻസ് ഈസ് ഫൗണ്ട് സബ്സ്റ്റാൻഡേർഡ് ഡ്യൂറിംഗ് ദ എക്സ്റ്റെൻഡഡ് പീരീഡ് ആൾസോ, you will be intimated in writing and your services will be terminated. എന്നിട്ടും നിങ്ങളുടെ പെർഫോമൻസ് സബ്സ്റ്റാൻഡേർഡ് ആയിട്ട്, അതായത് ഒരു നിലവാരം കുറഞ്ഞതായിട്ട് എക്സ്റ്റെൻഡഡ് പീരീഡിലും നിങ്ങളുടെ പെർഫോമൻസ് നിലവാരം കുറഞ്ഞതായിട്ട് കാണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ രേഖാമൂലം അത് അറിയിക്കുകയും നിങ്ങളുടെ സേവനങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്നതാണ്. 6 മാസ കാലയളവാണ് ഒരു പ്രൊബേഷൻ പീരീഡ് കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് മാനേജ്മെന്റിന്റെ ആ ഒരു ഡെസിഗ്നേറ്റഡ് റാങ്കിങ്ങിലോട്ട് പെർഫോമൻസ് എത്തിയിട്ടില്ല, പക്ഷെ അത് ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് കണ്ടാൽ അടുത്ത 6 മാസത്തേക്കും കൂടെ നിങ്ങളുടെ പ്രൊബേഷൻ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് തരും. എന്നിട്ട് നിങ്ങളുടെ പെർഫോമൻസ് നിലവാരം കുറഞ്ഞതാണെങ്കിൽ അത് നിങ്ങളുടെ രേഖാമൂലം അറിയിക്കുകയും നിങ്ങളുടെ സേവനങ്ങൾ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്യുന്നതാണ്. കണ്ടോ? അപ്പൊ എല്ലാ കാര്യങ്ങളും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ 7ാമത്തെ പോയിന്റിനാണ് your designation will be subject to change in due course of time as per the company's requirement and subsequent promotions based on your performance. അതുപോലെ തന്നെ കമ്പനിയുടെ ആവശ്യകതകൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രമോഷൻസ് അല്ലെ, നിങ്ങളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രമോഷൻസുകൾ അതിനനുസരിച്ച് കാലക്രമേണ നിങ്ങളുടെ ഡെസിഗ്നേഷൻ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കും എന്നാണ് പറയുന്നത്. ഡെസിഗ്നേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു പദവിയാണ്. ഇതിനകത്ത് PRO എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്കാണ് അവര് നമ്മൾ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ PRO എന്നുള്ളതാണ്, പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നുള്ളതാണ് അവരുടെ ഡെസിഗ്നേഷൻ, അവരുടെ ഒരു പദവി എന്ന് പറയുന്നത്. പക്ഷെ എന്നും ആ ഒരു ഡെസിഗ്നേഷൻ ആവുന്ന നിർബന്ധവുമാണ്. അത് കമ്പനിയുടെ ആവശ്യകതകൾക്കും പിന്നെ അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രമോഷൻസുകൾക്കും അനുസരിച്ച് നിങ്ങളുടെ ആ ഒരു പദവി, ആ ഒരു ഡെസിഗ്നേഷൻ എന്ന് പറയുന്ന കാലക്രമേണ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കും. പറഞ്ഞ നിങ്ങൾ എല്ലാ കാലത്തും ആ ഒരു ഡെസിഗ്നേഷൻ ആവുന്നില്ല.
ഒരുപക്ഷെ നല്ല നല്ല പെർഫോമൻസ് ഒക്കെ അവർ കാഴ്ചവെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് പ്രൊമോഷൻ കിട്ടിയ ചീഫ് ഓഫ് പബ്ലിക് റിലേഷൻ ഒക്കെ ആയി മാറാം അല്ലെ. അപ്പൊ അതിനനുസരിച്ച് എന്താണ് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ഡ്യൂട്ടീസ് വിൽ ബി ആസ് പെർ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. നിങ്ങളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് എന്തിനടിസ്ഥാനമായിരിക്കും? ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഡ്യൂട്ടീസുകൾ ഉണ്ടായിരിക്കുക. അടുത്ത ചോദ്യം, എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ? അത് വേറൊന്നുമല്ല, ഇറ്റ് ഇസ് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ദാറ്റ് ഈസ് അസൈൻഡ് ടു ആൻ എംപ്ലോയി. നമ്മുടെ ചുമതലപ്പെടുത്തി കൊടുക്കുന്ന അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ പറ്റി എന്താണ് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ അടുത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനെ അപ്പൊ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ടായിരിക്കാം. പിന്നെ എന്താ പറയുന്നത്? എനി അതർ അഡീഷണൽ ഡ്യൂട്ടീസ് ആസ് ഡീംഡ് നെസസറി will be assigned to you from time to time by the management through the head of the department or HR department. അത് മാത്രമല്ല, ആവശ്യമെന്ന് തോന്നുന്ന അധിക ചുമതലകള് കാലാകാലങ്ങളില് മാനേജ്മെന്റ് നിങ്ങളെ ഏൽപ്പിക്കുന്നതാണ്. ആരിലൂടെ ഏൽപ്പിക്കുന്ന പറയുന്നത്? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അഥവാ HR ഡിപ്പാർട്ട്മെന്റിലൂടെ, അല്ലെങ്കിൽ അകത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുകൾ അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് മുഖേന ആവശ്യമെന്ന് തോന്നുന്ന അധിക ചുമതലകള് മാനേജ്മെന്റ് നിങ്ങളെ ഏൽപ്പിക്കുന്നതാണ്. ഓക്കെ, HD means head of the department. അവർ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ പ്രവർത്തിക്കുന്നത് അതിന്റെ ഹെഡ് മുഖേന, അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് മുഖേന അധിക ചുമതലകള് മാനേജ്മെന്റ് നിങ്ങളെ ഏൽപ്പിക്കുന്നതാണ്. ഓക്കെ, ഇതൊക്കെ ഓരോ കണ്ടീഷൻസ് ആണ് അവര് പറയുന്നത് കേട്ടോ. ഒൻപതാമത്, അത് ഓരോ കമ്പനിക്ക് വ്യത്യാസം ഉണ്ടാവട്ടെ, ഇതൊരു മോഡല് മാത്രമാണ്. ഇവരുടെ കമ്പനി പറയുന്ന, ഇവരുടെ ഒരു ഹോസ്പിറ്റലിൽ പറയുന്ന അവരുടെ കണ്ടീഷൻസ് ആണ്. ഒരു സ്ഥാപനത്തിനനുസരിച്ചും അത് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഒൻപതാമത്തെ പോയിന്റ് ഇതാണ്. ഡ്യൂറിംഗ് ദ ടെന്യൂർ ഓഫ് യുവർ എംപ്ലോയ്മെന്റ് വിത്ത് us, you shall devote your full-time attention to the organization and shall not either work full-time or part-time for any other organization or engage directly or indirectly in any other profession or occupation outside the organization without the return consent of the management. ഇതാണ് നമ്മൾ പറയുന്ന അടുത്തൊരു കണ്ടീഷൻ. എന്താണ്? ഡ്യൂറിംഗ് ദ ടെന്യൂർ ഓഫ് യുവർ എംപ്ലോയ്മെന്റ് വിത്ത് us, നമ്മളുമായിട്ടുള്ള ആ ഒരു ജോലി സമയത്തിലുടനീളം നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തോളം നിങ്ങൾ ഫുൾ ടൈം നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഡിവോട്ട് ചെയ്യേണ്ടതാണ് അല്ലെ. നിങ്ങളുടെ മുഴുവൻ സമയം നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി അർപ്പിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, മാനേജ്മെന്റിന്റെ രേഖാമൂലമുള്ള സമ്മതമില്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ഫുൾ ടൈം ആയിട്ടോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടോ മറ്റേതെങ്കിലും ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന് പുറത്ത് മറ്റേതെങ്കിലും പ്രൊഫഷനിലോ മറ്റേതെങ്കിലും തൊഴിലിലോ നേരിട്ടോ അല്ലാതെയോ നിങ്ങൾ ഏർപ്പെടാനായിട്ട് പാടുള്ളതല്ല. എന്ന് പറഞ്ഞാല് നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നിടത്തോളം സമയം ഫുൾ ടൈം നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണം. അല്ലാതെ ഒരിക്കലും മാനേജ്മെന്റിന്റെ സമ്മതമില്ലാതെ, പ്രത്യേകിച്ച് അവരുടെ ഒരു രേഖാമൂലമുള്ള കൺസെന്റ് ഇല്ലാതെ ഒരു കാരണവശാലും ടൈം ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ മറ്റേതെങ്കിലും ഓർഗനൈസേഷന് പുറത്തുള്ള മറ്റേതെങ്കിലും പ്രൊഫഷനിലോ മറ്റേതെങ്കിലും തൊഴിലോ നേരിട്ടോ അല്ലാതെയോ ഏർപ്പെടാനായിട്ട് പാടുള്ളതല്ല എന്ന് കർശനമായിട്ട് തന്നെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത കാര്യം പറയുന്നു നോക്കൂ. ഇഫ് ഡീംഡ് നെസസറി യു വിൽ ബി ലയബിൾ to be transferred to any other department or branch offices or sister concern of the organization anywhere in India. ആവശ്യം എന്ന് തോന്നുന്ന പക്ഷം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മുടെ സ്ഥാപനത്തിന്റെ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസിലേക്കോ മറ്റേതെങ്കിലും സഹോദര സ്ഥാപനത്തിലേക്കോ നിങ്ങളെ എന്താണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ട്രാൻസ്ഫർ വരുന്ന ജോലിയാണ് അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ളതെന്നാണ് അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ആവശ്യമുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിലവിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആവാം, ബ്രാഞ്ച് ഓഫീസ് ആവാം, അല്ലെങ്കിൽ അതിൽ തന്നെ മറ്റേതെങ്കിലും സഹോദര സ്ഥാപനങ്ങളിലേക്ക് നിങ്ങളെ സ്ഥലം മാറ്റാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ അടുത്തെന്താണ്? യു വിൽ ഹാവ് ടു അബൈഡ് by the existing rules and regulations of the organization and future amendments. അതുപോലെ തന്നെ
നമ്മുടെ സ്ഥാപനത്തില് നിലവിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതുപോലെ ഭാവിയിൽ ഉണ്ടാകുന്ന വരുന്ന അമെന്റ്മെന്റ്സ്, അതിൽ വരുന്ന ഭേദഗതികൾ, മാറ്റങ്ങളെല്ലാം തന്നെ നിങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന്റേതായ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാവും, കോഡ് ഓഫ് ബിഹേവിയർ ഉണ്ടാവും. അതെ, അവരുടേതായ ചില നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചിട്ട് വേണം നമ്മൾ അവിടെ പ്രവർത്തിക്കാൻ. അത് തന്നെയാണ് അവിടെ പറയുന്നത്. നമ്മുടെ സ്ഥാപനത്തിലെ നിലവിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഈ ഭാവിയിൽ ഉണ്ടാവുന്ന ഈ പറയുന്ന നിയമങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ ചട്ടങ്ങളിൽ വരുന്ന ഭേദഗതികളെല്ലാം തന്നെ നിങ്ങൾ പാലിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. പാലിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കി, ഇഫ് യു വിഷ് ടു ലീവ് ദ സർവീസസ് യു വിൽ ഹാവ് ടു സബ്മിറ്റ് എ ലെറ്റർ ഓഫ് റെസിഗ്നേഷൻ വിത്ത് എ നോട്ടീസ് പീരീഡ് ഓഫ് 1 month. ഇനി ഏതെങ്കിലും കാരണവശാല് നിങ്ങൾ ഈ സർവീസ് അവസാനിപ്പിക്കാനായിട്ട്, നിങ്ങൾ ഈ സർവീസിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1 മാസത്തെ നോട്ടീസ് കാലാവധി, ഒരു മാസത്തെ എന്താണ് നോട്ടീസ് പീരീഡോട് നിങ്ങൾ എന്ത് ചെയ്യണം, റെസിഗ്നേഷൻ ലെറ്റർ സബ്മിറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പോകാൻ ഉദ്ദേശിച്ചത് പെട്ടെന്ന് ഒരു ദിവസം ഓടിപ്പോയിട്ട് നമ്മളൊരു റെസിഗ്നേഷൻ നോട്ടീസ് കൊടുക്കല്ല വേണ്ടത്. നമ്മള് എന്നാണോ ലീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന് കുറഞ്ഞത് ഒരു മാസം മുമ്പാണ് പറയുന്നത് കേട്ടോ. ഒരു മാസം മുമ്പ് ഒരു നോട്ടീസോട് കൂടി നിങ്ങൾ ആ റെസിഗ്നേഷൻ ലെറ്റർ നിങ്ങളുടെ രാജ്യത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്, സമർപ്പിക്കേണ്ടതാണ്. അത് മാത്രമല്ല, യു വിൽ ഹാവ് ടു ഹാൻഡ് ഓവർ the official belongings, duties and responsibilities to a person designated by the management. അപ്പൊ ഇതിന് പുറമെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ബാക്കി ഔദ്യോഗികമായിട്ടുള്ള എല്ലാ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മാനേജ്മെന്റ് നിയോഗിക്കുന്ന മറ്റൊരു വ്യക്തിയിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ്. കാര്യം അവർ വിട്ടുപോവാണല്ലോ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം, ആ കമ്പനി പറയുന്നുണ്ട് ഒരാള് ജോലിയിൽ നിന്ന് വിട്ടുപോകുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. 1 മാസത്തെ നോട്ടീസ് കാലാവധിയിൽ നിങ്ങൾ 1 മാസം മുമ്പ് തന്നെ നിങ്ങൾ റെസിഗ്നേഷൻ ലെറ്റർ സബ്മിറ്റ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളിലേക്ക് ഏൽപ്പിച്ച എല്ലാ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളും ചുമതലകളും അത് മാനേജ്മെന്റ് നിയോഗിക്കുന്ന മറ്റൊരു വ്യക്തിയിലോട്ട് പ്രോപ്പറായിട്ട് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം, കൈമാറിയിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, യു ഹാവ് ടു ഒബ്റ്റെയിൻ എ നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് ഫ്രം ഈച്ച് ഡിപ്പാർട്ട്മെന്റ് കൗണ്ടർ സൈൻഡ് ബൈ ദ HR ഡിപ്പാർട്ട്മെന്റ്. ഇത് മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യണം, സ്ഥാപനത്തിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും, അതായത് അവര് വർക്ക് ചെയ്തിട്ടുള്ള അവരുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം. എന്താണ് നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതൊരു സർട്ടിഫിക്കറ്റ് ആണ്. That means it is a form that certifies that the employee has no outstanding dues. അതായത് എംപ്ലോയി പ്രത്യേകിച്ച് ഡ്യൂസ് ഒന്നും വരുത്തിയിട്ടില്ല എന്നുള്ളതിന് അത് സർട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. കാര്യം ഇപ്പൊ അവര് ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അവിടുത്തെ എന്തെങ്കിലും എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് വല്ല കൈമോശം സംഭവിക്കുകയോ അല്ലെങ്കിൽ വല്ല കേടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ എന്തെങ്കിലും അടയ്ക്കാൻ ഒരു പെൻഡിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ ഇല്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട്, പ്രത്യേകിച്ച് എംപ്ലോയിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ഡ്യൂസ് ഒന്നും ഇല്ല എന്ന് സർട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് നോ ഡ്യൂ സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് അവര് വാങ്ങിയിരിക്കണം. അതും ആരുടെ സൈനോട് കൂടി? കൗണ്ടർ സൈൻഡ് ബൈ ദ HR ഡിപ്പാർട്ട്മെന്റ്. അതായത് HR ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു എന്താണ് ഒരു സിഗ്നേച്ചറോട് കൂടിയിട്ട്, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ സിഗ്നേച്ചർ മാത്രമല്ല, അതിന് ആരുടെയും കൂടെ സിഗ്നേച്ചർ ആവശ്യമാണ്. നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റിന്റെ അതോറിറ്റിയോട് കൂടി, അവരുടെ കൗണ്ടർ സൈനോട് കൂടി, അവരുടെ സിഗ്നേച്ചറോട് കൂടിയിട്ട് ഒരു നോ ഡ്യൂ സർട്ടിഫിക്കറ്റ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്? സബ്മിറ്റ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ വാങ്ങേണ്ടതാണ്. ഓക്കെ, once the HR releases the notice, your accounts will be settled from the Department of Finance. അങ്ങനെ HR ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ HR ഡിപ്പാർട്ട്മെന്റിന്റെ കൗണ്ടർ സൈനോട് കൂടി നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അക്കൗണ്ട്സ്, അതായത് അവരുടെ സാമ്പത്തികമായിട്ട് നിങ്ങളുടെ അക്കൗണ്ട്സും കാര്യങ്ങളും നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സെറ്റിൽ ചെയ്യുന്നതാണ്. അവർക്ക് വേണ്ട PF കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഏതാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് വഴിയായിട്ട് നിങ്ങളുടെ അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യുന്നതാണ്. മനസ്സിലായത്? ഒരു കണ്ടീഷൻ ആണ് അവിടെ പറയുന്നത് കേട്ടോ. അന്ന് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് 10ാമത്തെ പോയിന്റ്.
10ാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഇഫ് deemed necessary, you will be liable to be transferred to any other department or branch office of the organization anywhere in India. അതായത് ആവശ്യം എന്ന് തോന്നിക്കഴിഞ്ഞാല് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മുടെ സ്ഥാപനത്തിന്റെ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലോട്ടോ ബ്രാഞ്ച് ഓഫീസിലേക്കോ സ്ഥലം മാറ്റാൻ സാധ്യതയുണ്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 10ാമത്തെ പോയിന്റ്, അതായത് എവിടെ വേണമെങ്കിലും അവരെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ആവശ്യം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ബ്രാഞ്ച് ഓഫീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ചിലപ്പോ ഉണ്ടാകാം. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾ സ്ഥലം മാറ്റാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. മനസ്സിലായോ? ആണ് ചോദിച്ചത്. ക്ലിയർ ആയല്ലോ? ഇനി കേട്ടോ നെക്സ്റ്റ് പോയിന്റ് 13ാമത്തെ ആ ഒരു പോയിന്റ് പറയാണ്, the company can discontinue your services by giving 1 month notice or 1 month salary in lieu of notice without assigning any reason whatsoever എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ മീനിങ് അവിടെ ഇൻകംപ്ലീറ്റ് ആണ് കേട്ടോ. അതായത് അവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, കമ്പനിക്ക് നിങ്ങളുടെ സേവനങ്ങൾ ഒന്നുകിൽ 1 മാസത്തെ നോട്ടീസ് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ 1 മാസത്തെ നോട്ടീസിന് പകരമായിട്ട് 1 മാസത്തെ സാലറി ശമ്പളം കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണിക്കാതെ നിങ്ങളെ സേവന സർവീസിൽ നിന്നും എന്ത് ചെയ്യാവുന്നതാണ്? ഡിസ്കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ ആ ഒരു സർവീസിൽ നിന്ന് നിങ്ങളെ എന്ത് ചെയ്യും? നിങ്ങളുടെ സർവീസ് അവസാനിപ്പിച്ചേക്കാം എന്നാണ് പറയുന്നത്. മനസ്സിലായിട്ട് അവരുടെ ആ ഒരു ഹോസ്പിറ്റൽ ആ കമ്പനിയുടെ ഒരു കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് 1 മാസത്തെ നോട്ടീസ് അയക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നോട്ടീസ് ആവില്ല, നോട്ടീസിന് പകരമായിട്ട് ചിലപ്പോൾ 1 മാസത്തെ ശമ്പളം നൽകിക്കൊണ്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണിക്കാതെ നിങ്ങളുടെ സേവനങ്ങള് ഡിസ്കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോ ഒരു നെഗറ്റീവ് സെൻസ് ആണ് വരുന്നത് അല്ലെ. പ്രത്യേകിച്ച് കാരണമൊന്നും കാണിക്കാതെ ഒരാളെ എങ്ങനെ സർവീസിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യാന്ന് പറയുമ്പോൾ അല്ലെ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾ എഴുതി ചേർത്തോളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വായിക്കുമ്പോൾ ഒരു സംശയം തോന്നും. അതായത് ഇതാണ് ആ കണ്ടീഷൻ, ഇഫ് യുവർ സർവീസസ് ആർ ഫൗണ്ട് നോട്ട് സാറ്റിസ്ഫാക്ടറി ഓർ എന്താണ് ഓർ സബ്സ്റ്റാൻഡേർഡ് കേട്ടോ. അങ്ങനെ എഴുതി ചേർക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അത് വേണമെങ്കിൽ എഴുതി ചേർത്തു, പിന്നീട് വായിക്കുമ്പോൾ ഡൗട്ട് തോന്നില്ല. ഇഫ് യുവർ സർവീസസ് ആർ എഴുതിക്കോട്ടോ, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് ഇഫ് യുവർ സർവീസസ് ആർ found not satisfactory or substandard എഴുതിയോ? അങ്ങനെ പറയുമ്പോഴാണ് അത് ആ ഒരു മീനിങ് കറക്റ്റ് ആണ്. അല്ലാതെ പ്രത്യേകിച്ച് കാരണമൊന്നും കാണിക്കാതെ നിങ്ങളെ 1 മാസത്തെ നോട്ടീസ് തന്ന് നിങ്ങളെ സർവീസിൽ നിന്നും പിരിച്ചുവിടും എന്ന് പറയുമ്പോൾ നമുക്കതൊരു നെഗറ്റീവ് ആണ്. അപ്പോ ഓർ സബ്സ്റ്റാൻഡേർഡ് ദാറ്റ് മീൻസ് നിലവാരം പോലെ അങ്ങനെ കൂടെ എഴുതി ചേർക്കണം, അപ്പോഴാണ് അത് കറക്റ്റ് ആവുള്ളൂ. അതായത് പറഞ്ഞിത്രേ ഉള്ളൂ, നിങ്ങളുടെ സേവനങ്ങള് ഇപ്പൊ ഒരു സാറ്റിസ്ഫാക്ടറി അല്ലാന്നുണ്ടെങ്കിൽ, സംതൃപ്തമല്ല അല്ലെങ്കിൽ നിലവാരം കുറഞ്ഞതാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങൾ കാണിക്കാതെ എന്ന് ചിന്തിക്കണം. പ്രത്യേകിച്ച് കാരണങ്ങൾ കാണിക്കാതെ ഒന്നില്ലെങ്കിൽ 1 മാസത്തെ നോട്ടീസ് നൽകിക്കൊണ്ടാവാം, അല്ലെങ്കിൽ 1 മാസത്തെ ഈ പറയുന്ന നോട്ടീസിന് പകരമായിട്ട് 1 മാസത്തെ സാലറി നൽകിക്കൊണ്ട് നിങ്ങളുടെ സേവനങ്ങള് ഡിസ്കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ടൊരു മീനിങ് അവിടെ കിട്ടുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ ഞാൻ പറഞ്ഞത്? എഴുതിയെടുത്തോ? അല്ലാതെ നമ്മൾ വായിക്കുമ്പോഴേ പിന്നെ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് രീതിയിലായിരിക്കും അല്ലെ. ഓക്കെ, ശരി. നെക്സ്റ്റ് കേട്ടോ 14ാമത്തെ, all official information passed on to you for the successful execution of duties have to be kept strictly confidential and shall not disclose the same orally or return to any individual or concern, which will be treated as a breach of employment, and your services will be terminated with the immediate effect without any compensation or notice period whatsoever. എന്താണ് 14ാമത്തെ ഒരു കണ്ടീഷൻ പറയുന്നത്? അതായത് നിങ്ങളുടെ ഡ്യൂട്ടീസ് ഏറ്റവും നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ, നടപ്പിലാക്കുന്നതിന് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പാസ് ചെയ്തിട്ടുള്ള എല്ലാ ഒഫീഷ്യൽ ആയിട്ടുള്ള വിവരങ്ങളും
ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ ഒഫീഷ്യൽ ഇൻഫർമേഷൻസും തികച്ചും എന്തായിരിക്കണം, കോൺഫിഡൻഷ്യൽ ആയിരിക്കണം അല്ലെ. അത് വൃത്തി ജോലിയുടേതായ കമ്പനിയുടേതായ അവരുടേതായ പല ഒഫീഷ്യൽ മാറ്റേഴ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടീസ് സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ള എല്ലാ ഒഫീഷ്യൽ ഇൻഫർമേഷൻസും എന്തായിരിക്കണം, കോൺഫിഡൻഷ്യൽ ആയിരിക്കണം അല്ലെ. നിങ്ങൾ അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യണം. ഒരു കാരണവശാലും അത് വാക്കാലോ അല്ലെങ്കിൽ രേഖാമൂലമോ നമ്മുടെ മറ്റൊരു വ്യക്തിയോടോ സ്ഥാപനങ്ങളോടോ അത് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുന്ന പക്ഷം അത് എന്താണ്, which will be treated as a breach of employment, ഒരു തൊഴിൽ ലംഘനമായിട്ട് ഒരു തൊഴിൽ ലംഘനമായിട്ട് അത് കണക്കാക്കുകയും നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു നോട്ടീസോ നൽകാതെ തന്നെ ഉടനടി തന്നെ നിങ്ങളുടെ സർവീസ് അവിടെ ടെർമിനേറ്റ് ചെയ്യുമെന്നാണ് അവിടെ പറയുന്നത്. കാര്യം നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുക, ആ സ്ഥാപനത്തിൻ്റെതായ കുറെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. തിരിച്ചും കോൺഫിഡൻഷ്യൽ ആയിട്ടായിരിക്കണം അവിടെ എംപ്ലോയീസ് അത് കീപ്പ് ചെയ്യുന്നത്. അത് വാക്കാലോ രേഖാമൂലമോ മറ്റേതെങ്കിലും വ്യക്തികളോടോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളുടെ അടുത്തോ അത് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു തൊഴിൽ ലംഘനമായിട്ട് കണക്കാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് നോട്ടീസോ കോമ്പൻസേഷനോ ഒന്നും നൽകാതെ തന്നെ വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ഉടനടി തന്നെ നിങ്ങളുടെ സർവീസ് അവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും എന്നാണ് അവിടെ പറഞ്ഞത്. 14ാമത്തെ പോയിന്റ്. ഇനി 15ാമത് പറയുന്നത് നോക്കിയേ, ഡ്രസ് കോഡ്, ബിഹേവിയർ കോഡ് ആൻഡ് മോറൽ എത്തിക്സ് ടു ബി മെയിൻറ്റൈൻഡ് ആൻഡ് എ കൺജീനിയൽ അറ്റ്മോസ്ഫിയർ ടു ബി ക്രിയേറ്റഡ് എമംഗ് ദി സ്റ്റാഫ് ആൻഡ് പബ്ലിക്. നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ കുറെ ഡ്രസ് കോഡ് ഉണ്ട്, കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട് അല്ലെ, ബിഹേവിയർ കോഡ് ഉണ്ട്, പിന്നെ സ്ഥാപനത്തിൻ്റെതായ എത്തിക്സും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ കീപ്പ് ചെയ്യാൻ അവിടുത്തെ ഓരോ എംപ്ലോയീസും പാകിസ്ഥാനാണ് അല്ലെ. അത് തന്നെയാണ് അവിടെ പറയുന്നത്. ഡ്രസ് കോഡ്, ബിഹേവിയർ കോഡ്, പിന്നെ സ്ഥാപനത്തിൻ്റെതായ എല്ലാ മോറൽ എത്തിക്സും അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, നിലനിർത്തിയിരിക്കണം. അത് മാത്രമല്ല സ്റ്റാഫിനും പബ്ലിക്കിന്റെ ഇടയിൽ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യുകയും വേണം എന്നാണ് പറയുന്നത്. അതുപോലെ employees should not demand or accept any kind of gifts in cash or kind from any client or customer, which will be treated seriously and immediate termination and other proceedings will follow. അതുപോലെ ഒരു കാരണവശാലും എംപ്ലോയി മറ്റുള്ള കസ്റ്റമേഴ്സിന്റെ അടുത്ത്, ക്ലയന്റ്സിന്റെ അടുത്ത് ഈ പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ക്യാഷ് ആയിട്ടോ മറ്റെന്തെങ്കിലും ഗിഫ്റ്റുകളോ ഡിമാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല. അതായത് ഒരു പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ അതൊരു പബ്ലിക് ഓർഗനൈസേഷൻ ആണ്, നമ്മുടെ സർവീസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അല്ലെ. ഒരിക്കലും ഒരു എംപ്ലോയി എന്ത് ചെയ്യാൻ പാടില്ല, തന്റെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലയന്റിൽ നിന്ന് ഇപ്പൊ പണമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമ്മാനങ്ങളായിട്ടോ ഡിമാൻഡ് ചെയ്യാനും പാടില്ല, സ്വീകരിക്കാനും പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഗുരുതര പ്രശ്നമായിട്ട് കണക്കാക്കിക്കൊണ്ട് ഇമീഡിയറ്റ് ടെർമിനേഷൻ, ഉടനടി നിങ്ങളുടെ സേവനം നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യും, നിങ്ങളെ പിരിച്ചുവിടും അല്ലെങ്കിൽ നിങ്ങളുടെ സേവനം അവിടെ അവസാനിപ്പിക്കുകയും തുടർ നടപടികൾ എടുക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ. 16ാമത്തെ കാര്യം, ഇൻ സബോർഡിനേഷൻ വിത്ത് superiors or reporting authority and the ranking of new entrants will not be allowed under any circumstances and shall be treated as per the rules and regulations. അത് നമ്മൾ ആ ഒരു എംപ്ലോയിയുടെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടീഷൻ അവർക്ക് ഉറപ്പ് കൊടുക്കുന്നതാണ്. അതായത് സബോർഡിനേഷൻ വിത്ത് superiors or reporting authority, ഇപ്പൊ നിങ്ങളുടെ superiors, മേലുദ്യോഗസ്ഥര് അല്ലെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് അതോറിറ്റിയിൽ നിന്ന് ഒരു സാഹചര്യത്തിലും ഒരു കാരണവശാലും ഒരു റാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും അനുവദിക്കുന്നതായിരിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ അവർ സുരക്ഷിതരായിരിക്കും എന്നാണ് അവർക്ക് ഒരു ഉറപ്പ് കൊടുക്കുന്നത്. അതായത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് അതോറിറ്റിയിൽ നിന്ന് ഒരു സാഹചര്യത്തിലും യാതൊരു കാരണവശാലും ഒരു റാഗിംഗ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള റാഗിങ്ങും കാര്യങ്ങളൊന്നും അവിടെ അലൗഡ് ആയിരിക്കില്ല. അത് എന്താണ്, ആൻഡ് ഷാൾ ബി ട്രീറ്റഡ് ആസ് പെർ റൂൾസ്, അത് കൃത്യമായിട്ട് നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായിരിക്കും എന്നാണ് പറയുന്നത്. അത് നമ്മൾ ആ എംപ്ലോയിക്ക് ഒരു ഉറപ്പ് കൊടുക്കുന്നതാണ്, അവരുടെ ഒരു സേഫ്റ്റി നമ്മളൊരു ഉറപ്പാക്കുന്നുണ്ട്. അത് കൊടുക്കുക, അങ്ങനെയുള്ളൊരു ഓഫറാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ 17ാമത്തെ, ദിസ് എംപ്ലോയ്മെന്റ് ബയേഴ്സ് ജോബ് സെക്യൂരിറ്റി ഫോർ ദ ടാലന്റഡ് ആൻഡ് കമ്മിറ്റഡ് എംപ്ലോയീസ് കേട്ടോ. അതുപോലെ ടാലന്റഡ് ആയിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഈ ഒരു എംപ്ലോയ്മെന്റ് ഒരു തൊഴിൽ സുരക്ഷ നൽകുന്നു എന്നാണ് പറയുന്നത്. തൊഴിൽ സുരക്ഷ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഒരു ജോബ് സെക്യൂരിറ്റി എങ്ങനെയുള്ള എംപ്ലോയീസിനാണ്, ടാലന്റഡ് ആയിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഈ ഒരു എംപ്ലോയ്മെന്റ് നല്ലൊരു ജോബ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്
ഓക്കെ. പിന്നെ ഓൾ ഡിസ്പ്യൂട്ട് സബ്ജക്ട് ടു തിരുവനന്തപുരം ജൂറിസ്ഡിക്ഷൻ. അത് ഒരു അതായത് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിസ്പ്യൂട്ട്സുകളും പ്രശ്നങ്ങളും എല്ലാം തിരുവനന്തപുരം അധികാര പരിധിക്കുള്ളിൽ തിരുവനന്തപുരം ജൂറിസ്ഡിക്ഷന്റെ പരിധിയിലാണ് വരുന്നത്. അപ്പൊ ആ ഹോസ്പിറ്റല് അപ്പൊ എല്ലാത്തിലും അങ്ങനെയല്ലേ, ആ ഹോസ്പിറ്റൽ ഏത് ജൂറിസ്ഡിക്ഷനിലാണോ പ്രവർത്തിക്കുന്നത്, അപ്പൊ ആ ജൂറിസ്ഡിക്ഷനിലെ കോർട്ടുമായിട്ടായിരിക്കും അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് തിരുവനന്തപുരം ജൂറിസ്ഡിക്ഷനിലാണ് എന്നാണ് അവർ പറയുന്നത്. പിന്നെന്താണ്, എ കോപ്പി ഓഫ് ദിസ് ഓഫർ മേ ബി സൈൻഡ് ആൻഡ് റിട്ടേൺഡ് ടു us in token of your acceptance. ലാസ്റ്റ് പറയുന്നൊരു കാര്യം എന്താണ്, എ കോപ്പി ഓഫ് ദിസ് ഓഫർ, ഈ ഒരു ഓഫറിന്റെ ഒരു കോപ്പി അത് നിങ്ങൾ സൈൻ ചെയ്ത് നിങ്ങളുടെ സ്വീകാര്യതയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യേണ്ടതാണ്. അതായത് നമ്മളൊരു ഓഫർ കൊടുക്കുകയാണ്, ആ ഓഫർ അവര് ഇത് സ്വീകരിക്കാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. അത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് സ്വീകരിച്ചതിന്റെ തെളിവായിട്ട് അതിന്റെ ഒരു കോപ്പി സൈൻ ചെയ്ത് തിരിച്ചയക്കേണ്ടതാണ് എന്നാണ് അവിടെ പറഞ്ഞത്. ഫോർ എയിംസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എംപ്ലോയീസ് പേയ്മെന്റ്സ്. ഓക്കെ, ക്ലിയർ. ഇതൊരു അപ്പോയിന്റ്മെന്റ് ഓഫറിന്റെ ഒരു മോഡലാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അതിൽ 19 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഓരോ കമ്പനിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. മനസ്സിലായോ? എല്ലാ പോയിന്റുകളും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, പെട്ടെന്ന് നോക്കാലോ. നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് നമുക്ക് പോവാം. വായിക്കണോ നിങ്ങൾക്കത്? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണോ? ഇതേ സെയിം കാര്യം തന്നെ ഇനിയും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അവിടെ ഇനി ഞാൻ വീണ്ടും ഇത് പറയില്ല. ഈ സെയിം പോയിന്റുകൾ വേറെ അപ്പോയിന്റ്മെന്റ് ഓർഡറിനകത്തും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യില്ല കേട്ടോ. വെറുതെ എക്സ്പ്ലെയിൻ ചെയ്ത സമയം കളയുണ്ടല്ലോ. അതുകൊണ്ട് ഇത് നല്ലതാണ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്തതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. നേരത്തെ നമ്മളൊരു കാര്യം പറഞ്ഞത് ഓർമ്മയില്ല. ജോബ് ഡിസ്ക്രിപ്ഷൻ, നിങ്ങളുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചായിരിക്കും. അപ്പൊ എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഒന്നുമില്ല, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. നമ്മള് JD എന്നാണ് ഷോർട്ട് ആക്കിയിട്ട് എഴുതുക കേട്ടോ. JD എന്താണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നാണ് കേട്ടോ. ഓക്കെ, the JD or job description bracket duties and responsibilities is an attachment of the അവിടെ തിരുത്തുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ തിരുത്തണേ. It is an attachment of the appointment order. അത്രയും മതി കേട്ടോ. എന്റെ ഇടയ്ക്ക് ഒരു ഓഫ് ദ അതർ ഓഫ് അപ്പോയിന്റ്മെന്റ് ആൻഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതൊന്ന് വെട്ടിയിട്ടാണ് കേട്ടോ. അതെല്ലാം കയറി വന്നേക്കുന്നതാണ്. അതൊന്ന് വെട്ടിയിട്ടേക്കാം. ഇങ്ങനെ വായിക്കാം. ജോബ് ഡിസ്ക്രിപ്ഷൻ, ഇറ്റ് ഈസ് an attachment of the അപ്പോയിന്റ്മെന്റ് ഓർഡർ. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോയിന്റ്മെന്റ് ഓഫർ സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യുന്നത്? അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡറിനോടൊപ്പം നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഇത് JD അഥവാ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അസൈൻഡ് ടു ദാറ്റ് എംപ്ലോയി. നമ്മൾ ആ ഒരു എംപ്ലോയിക്ക് ചുമതലപ്പെടുത്തി കൊടുക്കുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, അതിനെ പറ്റിയുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പിന്നെ അടുത്തൊരു കാര്യം നോക്കിയേ. ഇറ്റ് ഈസ് റിവോക്കബിൾ എനി ടൈം ബേസ്ഡ് ഓൺ ദ റിവ്യൂ ഓർ റിവിഷൻ ആസ് ഡീംഡ് നെസസറി. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള റിവ്യൂസ് അതുപോലെ റിവിഷൻ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എപ്പോ വേണമെങ്കിലും ഇത് മാറ്റം വരുത്താവുന്നതാണ്, അല്ലെങ്കിൽ അത് പിൻവലിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ആ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. എന്നും എല്ലായ്പ്പോഴും ഇത് സെയിം ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാര്യം എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഇയാൾക്ക് പ്രമോഷൻ ലഭിക്കാൻ പുതിയ പോസ്റ്റിലോട്ട് ഇയാൾ പോകാം, അല്ലെങ്കിൽ ചിലപ്പോ നിലവിലുള്ള പോസ്റ്റിൽ തന്നെ പല റിവിഷൻസ് അല്ലെ, ചില റിവ്യൂസ് ഒക്കെ വരാം അല്ലെ. അവര് നമ്മൾ എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. ആവശ്യം എന്ന് തോന്നുന്ന സമയത്ത് ചിലപ്പോൾ ആ പോസ്റ്റില് അല്ലെങ്കിൽ ആ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിലൊക്കെ എന്തെങ്കിലും റിവിഷൻസ് വരാം, എന്തെങ്കിലും പരിഷ്കരണങ്ങൾ വരാം, ചിലപ്പോൾ എന്തെങ്കിലും റിവ്യൂവിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എപ്പോ വേണമെങ്കിലും ഈ പറയുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യപ്പെടാം അല്ലെങ്കിൽ പിൻവലിക്കപ്പെടാം എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ എപ്പോഴും സ്റ്റേബിൾ ആവണമെന്നില്ല. ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റി ഒക്കെ ചിലപ്പോൾ മാറാം. അത് വെച്ചാൽ ഓരോ ചിലപ്പോൾ പുതിയ റിവിഷൻസ് അല്ലെങ്കിൽ പുതിയ റിവ്യൂസ് ഒക്കെ നടത്തുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ ചിലപ്പോൾ ഡ്യൂട്ടി ആഡ് ചെയ്യും, ചിലപ്പോൾ ചില ഡ്യൂട്ടീസ് എടുത്ത് മാറ്റും.
അങ്ങനെയൊക്കെ അത് മാറ്റങ്ങൾക്ക് എപ്പോഴും വിധേയമായിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ എന്താണ് അടുത്തതും ഒരു ഡെഫിനിഷൻ ആണ്, അണ്ടർലൈൻ ചെയ്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഡയറക്റ്റ് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. The job description is a base document regarding the duties and responsibilities entrusted to an employee. അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. അങ്ങനെ തന്നെ ചോദിക്കാം. അതായത് നമ്മൾ ഒരു എംപ്ലോയിയിലേക്ക് ചുമതലപ്പെടുത്തി കൊടുക്കുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ പറ്റി എന്താണ് മെൻഷൻ ചെയ്യുന്ന ഒരു ബേസ് ഡോക്യുമെന്റിനെയാണ് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. രണ്ട് ഡെഫിനിഷൻ പഠിച്ചിട്ടാണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ ഈസ് ആൻ അറ്റാച്ച്മെന്റ്, നമ്മൾ പറഞ്ഞു ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇസ് ആൻ അറ്റാച്ച്മെന്റ് ഓഫ് ദ അപ്പോയിന്റ്മെന്റ് ഓർഡർ. ഒരു ഡെഫിനിഷൻ ആണ്. രണ്ടാമത് പറഞ്ഞ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഇസ് എ ബേസ് ഡോക്യുമെന്റ് regarding the duties and responsibilities entrusted to an employee. നമ്മൾ ഒരു എംപ്ലോയിയിലേക്ക് ചുമതലപ്പെടുത്തി കൊടുക്കുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് സംബന്ധിക്കുന്ന ബേസ് ഡോക്യുമെന്റ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്, അഥവാ JD എന്നതിൽ ഡിനോട്ട് ചെയ്യുന്നു കേട്ടോ. ഈ രണ്ട് ഡെഫിനേഷനും ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിരിക്കുക. ഇനി ജോബ് ഡിസ്ക്രിപ്ഷന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. The job description highlights only the main activities and the staff is obligated to do all the minute grassroots levels of the job description. അതായത് നമ്മളൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ള അവരുടെ ഡ്യൂട്ടീസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ ആര് ബാധ്യസ്ഥനാണ്? എംപ്ലോയി ബാധ്യസ്ഥനാണ്. അതായത് ജോബ് ഡിസ്ക്രിപ്ഷന്റെ മെയിൻ ആയിട്ടുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങൾ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്ത് അതിനകത്ത് പറയാം. അതിനകത്ത് അത് മാത്രം ചെയ്താൽ മതി എന്നല്ല, ആ ജോലിയുടെ ഭാഗമായിട്ട് വരുന്ന ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവൽ, ഏറ്റവും താഴെ തലങ്ങളിലുള്ള ചെറിയ കാര്യങ്ങൾ പോലും എന്ത് ചെയ്യാനായിട്ട് എംപ്ലോയി എന്താണ് ലയബിൾ ആയിരിക്കും, റെസ്പോൺസിബിൾ ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, പക്ഷെ എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രമാണ് നമ്മൾ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇനി furnished below is the specific job description of a professional in a human resource department, maybe a general manager of HR, AGM HR, senior HR manager, deputy HR manager, assistant HR manager. The job description of the lower level like HR executive, HR officers also remains the same, subject to deleting the supervisory and managerial duties by focusing on individual portfolios. ഇതിന്റെ കാര്യങ്ങളൊന്നും അല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പം നമ്മളൊരു HR ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫഷണൽസ് ഉണ്ട്. ലൈക്ക് ഇപ്പൊ GM HR, ജനറൽ മാനേജർ ഓഫ് HR ആവാം, അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഓഫ് HR ആവാം, സീനിയർ HR മാനേജർ ആവാം, ഡെപ്യൂട്ടി HR മാനേജർ ആവാം, അസിസ്റ്റന്റ് HR മാനേജർ ആവാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അത്യാവശ്യം ടോപ്പ് ലെവലിലുള്ള HR ഡിപ്പാർട്ട്മെന്റിന്റെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഇത്തരം പ്രൊഫഷണൽസ് ഉണ്ട് അല്ലെ. അപ്പൊ അവർക്ക് അവരുടേതായ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും അവരുടെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് മാനേജീരിയൽ റോളുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് അല്ലെ. മാനേജീരിയൽ റോളുകൾ എന്ന് വെച്ചാൽ ആളുകളെ സൂപ്പർവൈസ് ചെയ്യുക, അവരുടെ കീഴിലുള്ള ആളുകളെ ഡയറക്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള മാനേജീരിയൽ റോളുകളാണ് അത്തരം പ്രൊഫഷൻസിന് വരുന്നത്. അതുപോലെ തന്നെ HR ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ലോവർ ലെവൽ എന്താ പറയാ സ്റ്റാഫുകൾ ഉണ്ടാവില്ല, ലൈക്ക് HR എക്സിക്യൂട്ടീവ്സ്, HR ഓഫീസേഴ്സ്. ഓക്കെ, അപ്പൊ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനും നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന പ്രൊഫഷണൽസിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണെന്നാണ് പറയുന്നത്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്താണ്? HR എക്സിക്യൂട്ടീവ്, HR ഓഫീസേഴ്സിന്റെ ഒക്കെ അവർക്ക് മാനേജറിയൽ ഡ്യൂട്ടീസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഡ്യൂട്ടീസ് ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി കോർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. കോർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇരു കൂട്ടർക്കും ഒരുപോലെ തന്നെ ആയിരിക്കും. ഇതെന്താണ്? HR എക്സിക്യൂട്ടീവ്, HR ഓഫീസർ എന്ന് പറയുമ്പോൾ അവർക്ക് മാനേജറിയൽ ഡ്യൂട്ടീസ് വരില്ല. അങ്ങനെയുള്ള ഡ്യൂട്ടീസ് അതിൽ നിന്ന് മാറ്റിയിട്ട് അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആ പോർട്ട്ഫോളിയോ, ദാറ്റ് മീൻസ് അവരുടെ ഇൻഡിവിജ്വൽ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസിനനുസരിച്ചിട്ടുള്ള ജോലികളായിരിക്കും HR എക്സിക്യൂട്ടീവ്, HR ഓഫീസേഴ്സിന് വരുന്നത്. കാര്യം അവർക്ക് മാനേജറിയൽ റോളൊന്നും അല്ല അവർ ചെയ്യുന്നത്. ലോവർ ലെവൽ സ്റ്റാഫുകളായതുകൊണ്ട് തന്നെ അവർക്ക് ആ രീതിയിലുള്ള ജോലികളായിരിക്കും. അതേസമയം പ്രൊഫഷണൽസ് HR, AGM HR, സീനിയർ HR മാനേജർ എന്നൊക്കെ പറഞ്ഞ മാനേജറിയൽ ഡ്യൂട്ടീസ്
കൈകാര്യം ചെയ്യുന്നതാണ്. പക്ഷെ എന്താണ് കോർ റെസ്പോൺസിബിലിറ്റി ഇരുകൂട്ടർക്കും സെയിം ആയിരിക്കും. ഓക്കെ, അത് വേറൊന്നുമല്ല, ജോബ് ഡിസ്ക്രിപ്ഷനെ പറ്റി പറയുന്ന കാര്യമാണ്. ഓരോരുത്തരുടെയും ജോബ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും വ്യത്യാസം ഉണ്ടാവും എന്നാണ് അവിടെ പറഞ്ഞത് കേട്ടോ. നിങ്ങൾ അതിന് മനസ്സിലാക്കേണ്ട കാര്യം ഉള്ളൂ, എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആൻ അറ്റാച്ച്മെന്റ് ഓഫ് ദ അപ്പോയിന്റ്മെന്റ് ഓർഡർ ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ബേസ് ഡോക്യുമെന്റ് ദാറ്റ് റിഗാർഡിംഗ് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് ഈസ് ഇൻട്രസ്റ്റഡ് ടു ആൻ എംപ്ലോയി. പിന്നെ എന്ന് പറയുമ്പോൾ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന ഇപ്പൊ വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം അല്ലെ, അതായത് ആവശ്യമെന്ന് തോന്നുന്ന പല റിവിഷൻസും റിവ്യൂസിന്റെ ഒക്കെ ബേസ് ചെയ്ത് അതിൽ മാറ്റങ്ങൾ വരാവുന്നതാണ്. അതുപോലെ എപ്പോഴും ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് നമ്മൾ അവിടെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എങ്കിലും ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ അവർ ബാധ്യസ്ഥനാണ്. പക്ഷെ അത് ചിലപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവില്ല, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ ആണോ? ആരോഗ്യം എന്ന് റെസ്പോണ്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യാട്ടോ. ക്ലാസ് ബോറടിക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ? അടുത്തത് നെക്സ്റ്റ് വരുന്നതാണ് ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ് കേട്ടോ. ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്. എന്താണ് ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നാണ് പറയുന്നത്? എന്താണത്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. നമുക്ക് ഏതൊരു ജോലി സംബന്ധമായിട്ടുള്ള നിബന്ധനകളും വ്യവസ്ഥകളൊക്കെ ഉണ്ടാവില്ലേ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആർ, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ്. ഇവിടെ വീണ്ടും ടേംസ് ആൻഡ് കണ്ടീഷൻ വേണ്ട കേട്ടോ, അതൊന്ന് വെട്ടിക്കളഞ്ഞില്ല. ടേംസ് ആൻഡ് കണ്ടീഷൻ എന്താണെന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറയാം, ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ് കോമൺ ടു ഓൾ കാറ്റഗറീസ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇവിടെ ഇടയ്ക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വന്നിട്ടുള്ള ആവശ്യമില്ല, അത് വെട്ടിക്കളഞ്ഞിട്ട് കേട്ടോ. അപ്പൊ വായിക്കേണ്ടത് എങ്ങനെയാണ്? ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? These are the rules and regulations of employment common to all categories. Okay, these are the rules and regulations of employment common to all categories. അതായത് എല്ലാ കാറ്റഗറീസ് ഓഫ് ആളുകൾക്കും എല്ലാ കാറ്റഗറീസ് ഓഫ് എംപ്ലോയ്മെന്റിനും കോമൺ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലെ, ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻ. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അല്ലെ. ദാറ്റ് ഈസ് എന്താണ്? കോമൺ ടു ഓൾ കാറ്റഗറീസ്. എല്ലാ കാറ്റഗറി ഓഫ് എംപ്ലോയ്മെന്റിലും ഒരുപോലെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള എന്താണ് ആ ഒരു നിയമങ്ങളും ആ ഒരു ചട്ടങ്ങളും അതിനെയൊക്കെയാണ് നമ്മൾ ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് എന്താ പറയുന്നത്? HR മാനേജർ ഓർ അഡ്മിനിസ്ട്രേറ്റർ ഈസ് അണ്ടർ ലിബർട്ടി ടു ആഡ് ഓർ amend the rules and regulations as deemed fit with the prior approval of the management. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ അതാണ് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഈ റൂൾസും റെഗുലേഷൻസുകളൊക്കെ പുതിയ പുതിയ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ആഡ് ചെയ്യാനും അതുപോലെ അതിൽ പല മാറ്റങ്ങള് ഭേദഗതികളൊക്കെ വരുത്താനുള്ള ഒരു സ്വാതന്ത്ര്യം ആർക്കാണുള്ളത്? HR മാനേജർ അഥവാ HR അഡ്മിനിസ്ട്രേറ്റർ. അത് വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ ആഡ് ചെയ്യാനും അത് അമെൻഡ് ചെയ്യാനുമുള്ള ലിബർട്ടി അല്ലെങ്കിൽ അതിന്റെ റൈറ്റ് ആർക്കാണ് എന്ന് ചോദിച്ചാൽ ആർക്കാണ് അതിന്റെ റൈറ്റ് ഉള്ളത്? HR അഡ്മിനിസ്ട്രേറ്റർക്കാണ് അല്ലെങ്കിൽ HR മാനേജർക്കാണ് അതിനുള്ള ആ ഒരു റൈറ്റ് ഉള്ളത്. ഓക്കെ, മറ്റാർക്കും അല്ല. അതും ഇങ്ങനെ വെറുതെ ആഡ് ചെയ്യാനല്ല കേട്ടോ, വിത്ത് പ്രയർ അപ്രൂവൽ ഓഫ് ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ അനുവാദത്തോട് കൂടിയിട്ടാ. അതിനു മുമ്പ് മാനേജ്മെന്റിന്റെ അനുവാദം വാങ്ങണം. അതായത് അവരുടെ ഇഷ്ടത്തിനല്ല, മാനേജ്മെന്റിന്റെ അപ്രൂവലോട് കൂടിയിട്ട് ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും ഈ പറയുന്ന പുതിയ കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യാനും അതിൽ ചില ഭേദഗതികൾ വരുത്താനും
അതിനൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം ആർക്കാണുള്ളത്? HR മാനേജർ അഥവാ HR അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞല്ലോ ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻ, അതിനെ കുറിച്ച് എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മള് നേരത്തെ പറഞ്ഞില്ലേ, അതായത് അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുത്തപ്പോ കുറെ കണ്ടീഷൻസ് നമ്മൾ കൊടുത്തില്ലേ, അതെന്താ? അത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. അതിന് കുറച്ച് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. കുറെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ കാര്യങ്ങളാണ് കേട്ടോ. അത് ഞാൻ അധികം സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല, ജസ്റ്റ് പോയിന്റുകൾ വായിച്ചു പോവാം. അപ്പോയിന്റ്മെന്റ് വിൽ ബി ഇഫക്റ്റീവ് ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ് അവർ ഓർഗനൈസേഷൻ. അതായത് നമ്മൾ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുന്ന ഡേറ്റ് തൊട്ടാണ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് അവിടെ പ്രാബല്യത്തിൽ വരുന്നത്. അതൊരു ടേംസ് ആൻഡ് കണ്ടീഷന്റെ ഭാഗമാണ്. അവിടെ നടപ്പിലാക്കുന്ന ചില റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ the aspirant has to submit a joining order accepting the terms and conditions of employment on the date of joining. അതായത് നമ്മളിപ്പോ ഈ ഒരു എംപ്ലോയ്മെന്റിന്റെ കണ്ടീഷൻസ് കൊടുക്കുമല്ലോ, ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ജോയിനിങ് ഓർഡർ എന്ത് ചെയ്യണം? നിങ്ങൾ ജോയിനിങ് ഡേറ്റിൽ സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മളിപ്പോ അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുക്കില്ലേ, ആ ഓഫർ കൊടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് വായിച്ചു നോക്കിയിട്ട് അത് ഓക്കെ ആണെങ്കിൽ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ജോയിനിങ് ഓർഡർ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ദിവസം തന്നെ സബ്മിറ്റ് ചെയ്യണം. അപ്പൊ അതിന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം, ജോയിനിങ് ഓർഡർ ആര് സബ്മിറ്റ് ചെയ്യുന്നതാണ്? ജോയിനിങ് ഓർഡർ ആരാണ് സബ്മിറ്റ് ചെയ്യുന്നത്? എംപ്ലോയി സബ്മിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. എംപ്ലോയി സബ്മിറ്റ് ചെയ്യുന്നതാണ് എന്ത്? ജോയിനിങ് ഓർഡർ. അതും എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യുന്നത്? ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ജോയിനിങ് ഓർഡർ എംപ്ലോയി എവിടെ സബ്മിറ്റ് ചെയ്യുന്നത്? സ്ഥാപനത്തിന് സബ്മിറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഡ്യൂട്ടീസ് വിൽ ബി ആസ് പെർ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇൻഡിക്കേറ്റഡ്. നേരത്തെ പറഞ്ഞതാണ്, ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ടായിരിക്കുക. പിന്നെ വേറൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, paid holidays include 13 public holidays and 12 casual leaves per year and 4 weekly off per month. അതായത് നിങ്ങൾക്ക് പേയ്മെന്റോട് കൂടിയിട്ട് 13 പബ്ലിക് ഹോളിഡേയ്സും അതുപോലെ 12 കാഷ്വൽ ലീവ്സും പെർ ഇയറിൽ കേട്ടോ. ഓരോ കമ്പനിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇവരുടെ കണ്ടീഷൻ ഇങ്ങനെയായിരിക്കും. അതായത് വർഷത്തില് പേയ്മെന്റോട് കൂടിയിട്ട് 13 പബ്ലിക് ഹോളിഡേയ്സും 12 കാഷ്വൽ ലീവ്സും അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ മാസത്തില് വീക്കിലി 4 ഓഫ് നിങ്ങൾക്ക് ലഭിക്കും. 4 ഓഫ് എന്ന് പറയുമ്പോൾ മിക്കവാറും സൺഡേ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് ലഭിക്കും. അതുപോലെ സിക്ക് ലീവ് സബ്ജക്ട് ടു പ്രൊഡക്ഷൻ ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ നിങ്ങൾക്ക് സിക്ക് ലീവ് ലഭിക്കുന്നതാണ്. അതുപോലെ എനി അതർ അഡീഷണൽ ഡ്യൂട്ടീസ് ആൻഡ് ലീവ് നെസസറി വിൽ ബി അസൈൻഡ് ഫ്രം ടൈം ടു ടൈം ബൈ ദ മാനേജ്മെന്റ്. നേരത്തെ പറഞ്ഞല്ലോ, അഡീഷണൽ ആയിട്ട് വരുന്ന ചുമതലകൾ മാനേജ്മെന്റ് നിങ്ങളെ ഏൽപ്പിക്കുന്നതാണ് എന്നൊക്കെ ഉള്ള കണ്ടീഷൻസ് ആണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇതൊക്കെ വായിച്ചു പോകുന്നുള്ളൂ, കാര്യം നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. During the tenure of your employment, you shall devote your full-time attention to the organization. നേരത്തെ പറഞ്ഞില്ല, അതായത് നമ്മുടെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ഥാപനത്തിൽ ഫുൾ ടൈം നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അവിടെ ഫുൾ ടൈം നിങ്ങൾ ഡിവോട്ട് ചെയ്തിരിക്കണം. ഇവിടെ ഒരു കാര്യം എത്തിച്ചേർക്കാറുണ്ട് കേട്ടോ, ഓർ എൻഗേജ് എന്നല്ല, ഓർ എന്താണ് ഷാൾ നോട്ട് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഷാൾ നോട്ട് എഴുതി ചേർക്കണേ. or shall not engage directly or indirectly in any other profession or occupation outside the organization. അല്ലെങ്കിൽ അർത്ഥം മാറി മനസ്സിലായി. ഷാൾ നോട്ട് തന്നെ എഴുതി ചേർക്കണം കേട്ടോ. ഇതിവിടെ കൊടുത്തിട്ടില്ല, ഇവിടെ എഴുതി ചേർക്കണം. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു സ്ഥാപനത്തിന് പുറത്ത് നിങ്ങൾ നേരിട്ടോ അല്ലാതെയോ ഏർപ്പെടാൻ പാടുള്ളതല്ല എന്നാണ് വേണ്ടത്. ഇവിടെ എൻഗേജ് നൽകിയിട്ടുണ്ട്. ഷാൾ നോട്ട് എൻഗേജ് നോക്കണം കേട്ടോ. ആറാമത്, ഇഫ് ഡീംഡ് നെസസറി, സെയിം പോയിന്റ് ആണ് കേട്ടോ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയാത്തത് കേട്ടോ. ഇഫ് ഡീംഡ് നെസസറി, യു വിൽ ബി ലൈബിൾ ടു ബി ട്രാൻസ്ഫേർഡ് ടു എനി അതർ ഡിപ്പാർട്ട്മെന്റ് ഓർ ബ്രാഞ്ച് ഓഫീസ് ഓർ സിസ്റ്റർ കൺസേൺസ് ഓഫ് ദ ഓർഗനൈസേഷൻ എനിവർ ഇൻ ഇന്ത്യ. നേരത്തെ ചോദിച്ചില്ലേ, ഇന്ത്യയിൽ എവിടെയും അല്ലെ, ഇത് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലോ മറ്റ് ബ്രാഞ്ച് ഓഫീസിലോ നിങ്ങളെ സ്ഥലം മാറ്റാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഓരോ കണ്ടീഷൻസ് ആണ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണ്. അതുപോലെ യു വിൽ ഹാവ് ടു അബൈഡ് ബൈ ദ എക്സിസ്റ്റിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഫ്യൂച്ചർ അമെൻഡ്മെന്റ്സ്. നിലവിലുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും നിങ്ങൾ അനുസരിക്കണം. ഭാവിയിൽ ഉണ്ടാകുന്ന അമെൻഡ്മെന്റ്സുകളൊക്കെ നിങ്ങൾ പാലിച്ചിരിക്കണം. അങ്ങനെയൊക്കെ. അതുപോലെ യു വിൽ ഹാവ് ടു സെർവ് എ നോട്ടീസ് പീരീഡ് ഓഫ് 30 days
if you wish to discontinue your services without any leave during the notice period. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ സേവനം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 30 ദിവസം മുമ്പ്, അതായത് ഒരു മാസം മുമ്പേ തന്നെ നിങ്ങൾ ആ ഒരു നോട്ടീസ് തന്നിരിക്കണം. ദാറ്റ് മീൻസ് ആ ഒരു റെസിഗ്നേഷൻ നോട്ടീസ് നൽകിയിരിക്കണം. അത് മാത്രമല്ല, ആ ഒരു നോട്ടീസ് പീരീഡിൽ നിങ്ങൾ ലീവ് എടുക്കാനും പാടുള്ളതല്ല. ലീവ് എടുക്കാതെ തന്നെ സർവീസ് ചെയ്തിരിക്കണം. ഇനി അടുത്തത് റെസിഗ്നേഷൻ റൂട്ടഡ് ത്രൂ പ്രോപ്പർ ചാനൽസ്. അതുപോലെ റെസിഗ്നേഷൻ കൊടുക്കേണ്ടത് അത് പ്രോപ്പർ ചാനലിലൂടെ, പ്രോപ്പർ റൂട്ടിലൂടെ ആയിരിക്കണം ഒരു റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഒരു റെസിഗ്നേഷൻ ലെറ്റർ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിനോടുകൂടി അറ്റാച്ച് ചെയ്യേണ്ട സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന് നോ ഡ്യൂ സർട്ടിഫിക്കറ്റും, 2 ഹാൻഡ് ഓവർ നോട്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് നിങ്ങൾ സർവീസ് അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു മാസം മുമ്പ് തന്നെ നിങ്ങൾ റെസിഗ്നേഷൻ നോട്ടീസ് തന്നിരിക്കണം. അത് മാത്രമല്ല, നിങ്ങളിലേക്ക് തന്നിട്ടുള്ള എല്ലാ ഔദ്യോഗിക ചുമതലകളും മാനേജ്മെന്റ് ഡെസിഗ്നേറ്റ് ചെയ്യുന്ന വേറൊരു വ്യക്തിയിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യണം. അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് റെസിഗ്നേഷൻ ലെറ്റർ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിനോടുകൂടി സപ്പോർട്ടിംഗ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ട സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോ ഡ്യൂ സർട്ടിഫിക്കറ്റും ഹാൻഡ് ഓവർ നോട്ടും ആണ് കേട്ടോ. അതൊന്നും വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നോ ഡ്യൂ സർട്ടിഫിക്കറ്റും ഹാൻഡ് ഓവർ നോട്ടും. ഓക്കെ. പിന്നെ പ്രൊബേഷൻ വിൽ ബി ഫോർ എ പീരീഡ് ഓഫ് 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ്. On completion of probation period, your services shall be made permanent subject to HR appraisal. അതായത് 3 മാസത്തേക്ക് നിങ്ങൾ പ്രൊബേഷൻ പീരീഡിൽ ആയിരിക്കും. പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾ, നിങ്ങളുടെ അപ്രൈസൽ, ദാറ്റ് മീൻസ് നിങ്ങളുടെ പെർഫോമൻസിനെ വിലയിരുത്തിക്കൊണ്ട് നിങ്ങളുടെ സേവനങ്ങൾ പെർമനന്റ് ആക്കുന്നതാണ്. ഓക്കെ. The company can discontinue your services by giving 1 month notice or 1 month salary. In lieu of notice, if your services are found not satisfactory or substandard. അവിടെ ആ വാക്ക് നേരത്തെ വിട്ടുപോയിരുന്നു, അതുകൊണ്ട് ഞാൻ എഴുതാൻ പറഞ്ഞത് നിങ്ങളുടെ സർവീസ് ഇപ്പോ തൃപ്തികരമല്ല, നിലവാരം കുറഞ്ഞതാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 1 മാസത്തെ നോട്ടീസ് നൽകും. ചിലപ്പോൾ നോട്ടീസ് ആവില്ല, അതിന് പകരം 1 മാസത്തെ സാലറി നൽകിക്കൊണ്ട് നിങ്ങളുടെ സേവനങ്ങളിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഓക്കെ. അതുപോലെ all official information passed on to you for the successful execution of duties have to be kept strictly confidential and shall not disclose the same only or return to any individual or concern which will be treated as a breach of employment, and your services will be terminated with immediate effect without any compensation or notice period. Okay. അറിയാലോ, അതായത് ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, മറ്റാളുകളോട് അത് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. All disputes that may arise during the tenure will be subject to Thrissur jurisdiction where the hospital is situated. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഒരു സ്ഥാപനം ഏത് ജൂറിസ്ഡിക്ഷനിലാണോ കിടക്കുന്നത്, അപ്പൊ അവിടുത്തെ അവിടെ ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കോർട്ടിലായിരിക്കും ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും മറ്റും ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ. ഈ പറഞ്ഞതൊക്കെ എന്താണ് ശരിക്കും? ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ദാറ്റ് മീൻസ് rules and regulations on the employment. Okay, clear ആയോ? അപ്പൊ അത് മനസ്സിലാക്കാനായിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ മാത്രമാണ് നമ്മുടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? സെയിം കാര്യം തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം പിന്നീട് വീണ്ടും പറയാറുണ്ട്. അടുത്തത് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ജോയിനിങ് ഓർഡർ ആണ് കേട്ടോ. ജോയിനിങ് ഓർഡർ. ഓക്കെ, എന്താണ് ജോയിനിങ് ഓർഡർ? ഇത് നമ്മൾ പറഞ്ഞിരുന്നു. എപ്പോഴാണ് നമ്മൾ അല്ലെ ആ ഒരു ഓഫർ കൊടുത്തപ്പോഴും ആ എംപ്ലോയ്മെന്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ പറഞ്ഞപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അല്ലെ, നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഡേറ്റില് ഈ പറയുന്ന എംപ്ലോയ്മെന്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ജോയിനിങ് ഓർഡർ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം എന്ന് അതിൽ പറയുന്നുണ്ട്. സത്യത്തിൽ എന്താണ് ഇപ്പൊ ജോയിനിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജോയിനിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ് ദാറ്റ് കൺഫേമിംഗ് ദ സമ്മൺസ് ദ ഓഫർ. ഒരാളുടെ ഓഫർ നമ്മൾ കൺഫേം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തതായിട്ട് കൺഫേം ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ് ജോയിനിങ് ഓർഡർ. നമ്മൾ എന്ന് പറഞ്ഞാൽ ആരാണ് ജോയിനിങ് ഓർഡർ കൊടുക്കുന്നത്? മാനേജ്മെന്റ് ആണോ? അല്ല, എംപ്ലോയി ആണ് ജോയിനിങ് ഓർഡർ കൊടുക്കുന്നത് കേട്ടോ. എംപ്ലോയി ആണ് ജോയിനിങ് ഓർഡർ കൊടുക്കുന്നത്. അതായത് കമ്പനി പറഞ്ഞിട്ടുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഞങ്ങൾ വായിച്ചു, ഞങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു ആക്സെപ്റ്റൻസ് കൺഫേം ചെയ്തുകൊണ്ട് ഒരു എംപ്ലോയി സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ് ജോയിനിങ് ഓർഡർ എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ കുറെ ഡോക്യുമെന്റ്സ് പഠിക്കുമ്പോൾ അത് മാനേജ്മെന്റ് സബ്മിറ്റ് ചെയ്തതാണോ എംപ്ലോയിയുടെ ഭാഗത്തു നിന്നാണോ എന്നൊക്കെ നമുക്ക് തോന്നും.
നമ്മൾ ആകെ പഠിക്കുന്നത് എംപ്ലോയിയുടെ ഭാഗത്ത് നിന്ന് സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നത് അതുപോലെ മാത്രമേ ഉള്ളൂ. അത് ജോയിനിങ് ഓർഡർ ആണ് കേട്ടോ. ഇറ്റ്സ് എൻ ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ് that confirming the acceptance of a summons offer. Okay, ഒരാളുടെ ഒരു ഓഫർ അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആക്സെപ്റ്റൻസ് അതിന്റെ ആക്സെപ്റ്റൻസ് കൺഫേം ചെയ്തുകൊണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റിനെയാണ് ജോയിനിങ് ഓർഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. The aspirant who has received the offer of appointment should confirm in writing that he has accepted the offer of appointment. അല്ലെ, നമ്മളൊരു അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ അതിലെ കണ്ടീഷൻസുകളെല്ലാം ആക്സെപ്റ്റ് ചെയ്തു എന്ന് രേഖാമൂലം ആര് സബ്മിറ്റ് ചെയ്യണം? ആസ്പിരന്റ്, മീൻസ് ആ ഒരു എംപ്ലോയി അത് കൺഫേം ചെയ്യണം. അവരത് കൺഫേം ചെയ്യുന്നത് എന്തിലൂടെയാണ്? ജോയിനിങ് ഓർഡറിലൂടെയാണ് അത് കൺഫേം ചെയ്യുന്നത്. ഓക്കെ, he or she can reject or ask for a modification in the offer of appointment on the terms and conditions not acceptable by them. നമ്മളിപ്പോ ഒരു ഓഫർ കൊടുക്കുമ്പോൾ അതിൽ ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പോ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വേണമെങ്കിൽ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് അത് റിജക്ട് ചെയ്യാം. അതുമല്ലെങ്കിൽ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മോഡിഫൈ ചെയ്യാനും അവർക്ക് ആവശ്യപ്പെടാം. അതിനുള്ളൊരു സ്വാതന്ത്ര്യം ആർക്കുണ്ട്? എംപ്ലോയിക്ക് ഉണ്ട് കേട്ടോ. അത് അതേപടി അനുസരിക്കുന്നതല്ല, അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. ഇനി അതല്ല, ചില കാര്യങ്ങൾ അവർക്ക് മോഡിഫൈ ചെയ്യണം അല്ലെങ്കിൽ അതിലൊരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അത് എംപ്ലോയിക്ക് മാനേജ്മെന്റിനോട് ആവശ്യപ്പെടാം എന്നാണ് പറയുന്നത്. ഓക്കെ, in that context the company has the liberty to accept or reject their suggestions based on the necessity of the candidate. Based on the what? Based on the necessity of the candidate. അപ്പൊ അങ്ങനെ കമ്പനിയോട് ആവശ്യപ്പെടുന്ന സമയത്ത് കമ്പനിക്കും സ്വാതന്ത്ര്യമുണ്ട്. വേണമെങ്കിൽ അവരുടെ സജഷൻസ് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. അത് കമ്പനി ഇതിനനുസരിച്ച് തീരുമാനിക്കാം. ആ ഒരു കാൻഡിഡേറ്റിന്റെ നെസസിറ്റിക്ക് അനുസരിച്ച് കൊണ്ടാണ് കമ്പനി അതിന് തീരുമാനം എടുക്കുന്നത്. അപ്പൊ കമ്പനിക്ക് തോന്നാണ് ഒരു കാൻഡിഡേറ്റ് നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ കമ്പനിക്ക് അത് റിജക്ട് ചെയ്യാം. പക്ഷെ കമ്പനിക്ക് തോന്നാണ് അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരാള് നമ്മുടെ കമ്പനിക്ക് ആവശ്യമുണ്ട് എന്ന് കമ്പനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അവരുടെ സജഷൻസ് ആർക്ക് സ്വീകരിക്കാം? കമ്പനിക്ക് വേണ്ടി സ്വീകരിക്കാം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. എന്തായാലും ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം. എന്നിട്ട് നമുക്ക് 6th മൊഡ്യൂളിലേക്ക് കിടക്കാം കേട്ടോ. 6th മൊഡ്യൂളിലാണ് എനിക്ക് ഒരുപാട് കിട്ടാനുള്ളത്. ഒന്ന് ഫസ്റ്റ് ചാപ്റ്റർ മെറ്റീരിയൽ മാനേജ്മെന്റ്, വലിയ ചാപ്റ്റർ ആണ്. പിന്നെ ഒരു പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് വേറൊരു ചാപ്റ്റർ കൂടി ഉണ്ട്. രണ്ടും 6th മൊഡ്യൂളാണ്. അത്യാവശ്യം വലിയ ചാപ്റ്ററുകളാണ് ഉള്ളത്. ഓക്കെ, കുറച്ച് സ്ലോലി പോകുന്നുണ്ടാവുള്ളൂ കേട്ടോ. എല്ലാവരും 6th മൊഡ്യൂളിലേക്ക് എത്തിയെന്ന് തോന്നുന്നു അല്ലെ? എനിക്ക് ഒരു 6th മൊഡ്യൂളിലേക്ക് കടന്നു തോന്നുന്നു. നമ്മുടെ ചാപ്റ്റർ വലുതാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നമുക്ക് പ്രതീക്ഷിക്കാത്ത പല ക്ലാസ്സുകളൊക്കെ മിസ് ആയി കഴിഞ്ഞാലേ ബുദ്ധിമുട്ട് വരും. 3rd മൊഡ്യൂളിൽ എനിക്കൊരു ചെറിയ ചാപ്റ്റർ മാത്രമേ വരുന്നുള്ളൂ, ഇൻഫെക്ഷൻ കൺട്രോൾ. അതായത് ബാക്കിയുള്ള മൊഡ്യൂൾസിൽ വലിയ ചാപ്റ്റർ ഉള്ളത് കൊണ്ട് അതിനകത്ത് 3rd മൊഡ്യൂളിൽ എനിക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ മാത്രമേ ഉള്ളൂ കേട്ടോ. 6th മൊഡ്യൂളിലാണ് വലിയ 2 ചാപ്റ്റർ വരുന്നത്. ഈ ചാപ്റ്റർ വലുതാണെങ്കിലും ഇതിൽ വലിയ ഒരുപാട് കണ്ടന്റുകളൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല കേട്ടോ. അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇത്രയും ഭാഗങ്ങളൊക്കെ വായിച്ച് നല്ലപോലെ മനസ്സിലാക്കി വെക്കുക. മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ എല്ലാവരും? വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ.